عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. توسلت بالحي القيوم الذي لا يموت أبدا دفعت ونسوه بألف ألف لا حول ولا قوة إلا بالله العلي العظيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فصعق من في السماوات ومن في الأرض من في السماوات ومن في الأرض إلا ما شاء الله ثم نفخ في أخرى فإذا هم قيام ينظرون. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൗരഭ്യ സുഗന്ധികളായ സഹാബത്തുൽ കിറാമയോടുകൂടി അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളോടൊപ്പം ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സമസ്ത അപരാധങ്ങളെയും ജഗനിയന്താവായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും കുടുംബങ്ങളെയും നമ്മുടെ നാടുകളെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ച വയനാട് സംഭവിച്ച ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തി. അത് ഒരാഴ്ച കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അല്ലാഹു തആല പല സ്ഥലങ്ങളിലായി പറഞ്ഞ കാര്യമാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ സമുദായങ്ങളെ പറ്റി പറഞ്ഞ് അല്ലാഹു അവരിലേക്ക് ഇറക്കിയ ശിക്ഷകളെ പറ്റി പറഞ്ഞിട്ട് അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവിടെയൊക്കെ ഒരു ഉണർത്തലിന്റെ ശൈലിയിൽ തന്നെ അല്ലാഹു തആല അത് പറയുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്: കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ റഅ മഖീഖതൻ ഫിസ്സമാ, ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്ന സമയത്ത് ഒരു മഴയ്ക്കുള്ള സാധ്യത പ്രതീക്ഷിക്കപ്പെടുന്ന അന്തരീക്ഷം ഇരുണ്ട രൂപത്തിലാകുന്ന ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്ബല വ അദ്ബറ വ ദഖല വ ഖറജ വ തഗയ്യറ വജ്ഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നബിതങ്ങൾ നടക്കുകയും നബിതങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ മുഖങ്ങളെല്ലാം പകർച്ചയാവുകയും ഭാവവ്യത്യാസം സംഭവിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു വിപത്ത് വരാനുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നത് കാണാമായിരുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആകാശത്ത്
ആകാശത്ത് നിന്നുകൊണ്ട് മഴയങ്ങ് പെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഖം പ്രകാശപൂരിതമാവുകയും അവിടുത്തെ മുഖത്തൊരു പുഞ്ചിരി വിടരുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, എന്താണ് അവിടുന്ന് മഴ വരുന്ന സമയത്ത് അന്തരീക്ഷം ഇരുണ്ടുകൂടുമ്പോ അവിടുത്തെ മുഖത്ത് വല്ലാത്തൊരു ഭീതി സംഭീതമായ ഒരവസ്ഥയിൽ അങ്ങയെ കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെ പല സമയങ്ങളിലും ഇതേപോലെ കാലാവസ്ഥക്ക് വ്യതിയാനം സംഭവിക്കുമ്പോ അന്തരീക്ഷം ഇരുണ്ടുകൂടുമ്പോ അവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുമായിരുന്നു. വിശുദ്ധമായ ഖുർആന്റെ ആയത്തോതിയിട്ട് നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി അവര് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചപ്പോ അള്ളാഹു താല മഴ ഇറക്കുന്നതാണെന്ന് കരുതിയിട്ട് അവർ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അദാബ് അവരിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് പടച്ചവന്റെ അദാബെങ്ങാനും ഇറങ്ങുകയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അന്തരീക്ഷം ഇരുണ്ടുകൂടി ഈ സമയത്ത് ഞാൻ വിഷമിച്ചത്. എന്നാൽ അള്ളാഹു താല നല്ല സന്തോഷകരമായ റാഹത്തായ മഴ ഇറക്കിയപ്പോ എനിക്ക് സന്തോഷം വന്നു എന്ന് അള്ളാഹു ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി ദുരന്തങ്ങൾ ഇറക്കിയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് അവിടുന്ന് പറയുമായിരുന്നു. ഒരു ദിവസം അവിടുന്ന് പറഞ്ഞു, സഹാബത്ത് ഇങ്ങനെ സന്തോഷത്തോടെ പരസ്പരം ആഹ്ലാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കളിതമാശകൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലളഹിതും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, ഫലിയൽഹഖു ഖലീല വലിയബ്കു കസീറാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി പറയുകയാണ്, അവിടുന്ന് ഒരു ദിവസം പറഞ്ഞു, കൈഫ അൻഉമു വസാഹിബുൽ ഖർനി, ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ്, വസാഹിബുൽ ഖർനി വസ്തമഅൽ ഇദൻ, ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ്. കാരണം സാഹിബുൽ ഖർൻ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു തആല ഓരോ ആളുകളെയും ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അത് വേറെ ആരെങ്കിലും ആണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവന്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകം മുഴുവൻ പടച്ചു പരിപാലിക്കുന്നവൻ അല്ലാഹുവാണെന്നതിന് സംശയമില്ല. അതിന്റെ തെളിവാണ് ഇവിടെ കൊറോണ ഇറങ്ങിയപ്പോ ആത്മീയമായ ഒരുപാട് കഴിവുകൾ ഇവിടെ ഉള്ള ആളുകളുണ്ട്, അവകാശപ്പെടുന്നവരുണ്ട്, എല്ലാ മതത്തിനുമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെന്നുകൊണ്ട് അവരോട് പറയുമ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നവരുണ്ട്, അത് പരിഹരിക്കപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ കൊറോണ വന്നപ്പോ ആ കൊറോണയെ മാറ്റാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല എന്നുള്ള തന്നെ അല്ലാഹുവിന്റെ ശക്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് അതിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുകൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് അമ്പിയാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാകട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത കഴിവ് മാത്രമാണുള്ളത്. സ്വയമായി ഒരു കഴിവും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ മുദബ്ബിറുൽ ആലമായ ഈ ലോകം മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോന്നിനും പ്രത്യേകമായി സെക്ഷൻ തിരിച്ചുകൊണ്ട് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിനെയാണ് സൂറന്ന കാഹളത്തിൽ ഊതുവാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ്. ഇസ്രാഫീൽ അദ്ദേഹം ചെവി കൂർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുകൊണ്ട് കൽപ്പന എപ്പോഴാണ് കിട്ടുന്നതെന്നറിയാൻ, അങ്ങനെ അല്ലാഹുവിൽ നിന്നുകൊണ്ടുള്ള കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം സൂറന്ന കാഹളത്തിൽ ഊതും. അങ്ങനെ ഊതിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ സമയത്ത്
മഹാന്മാരായ സഹാബത്ത് ഫകഅന്ന അലാ ദാലിക സഖുല അലാ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പിന്നെ ചിരിച്ചിട്ടില്ല. അവരിങ്ങനെ കരയുകയാണ്, സദാസമയത്തും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അദാബ് ഏത് സമയത്തും നമുക്ക് ഇറങ്ങാം. ആ സമയത്ത് നല്ലവരെന്നോ ചീത്തയെന്നോ ഇല്ല, ആർക്കും ഇറങ്ങാം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, ഏതൊരു സമൂഹത്തിനും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ അവരിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഉണ്ടാകാം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാകാം. പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുന്ന ഒരു തെറ്റും ചെയ്യാത്ത സ്വാലിഹീങ്ങളായ മനുഷ്യരുണ്ടാകാം. പക്ഷേ ആ സമൂഹത്തിലേക്ക് പോലും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന് ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ട് രൂപത്തില് ഒരു പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടായിരിക്കും വരുന്നത്. അത് അവരെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് മടങ്ങാനായിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത് നല്ല മനുഷ്യരിലേക്കായിരിക്കാം പരീക്ഷണമായിട്ട്, അതേ സമയത്ത് ശിക്ഷയായിട്ടും വരാം. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅറാഫ് നോക്കിക്കഴിഞ്ഞാൽ 133 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് അറാഫിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വൈലാ ആദിൻ അഖാഹും ഹൂദ, വേറൊരു സ്ഥലത്ത് കാണാം വൈലാ സമൂദ അഖാഹും സ്വാലിഹ, വേറൊരു സ്ഥലത്ത് കാണാം വൈലാ മദിയന അഖാഹും ശുഐബ. അറാഫ് എന്ന് പറയുന്ന സൂറത്ത് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ, ഖുർആനിന്റെ പരിഭാഷ ഉണ്ടെങ്കിൽ അറാഫ് ഒന്ന് എടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം ഒന്ന് നോക്കണേ സഹോദരങ്ങളെ. കരയാതെ ആ സൂറത്ത് ഓതി തീർക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു പറയുകയാണ്, وما أرسلنا في قرية من نبي إلا أخذنا أهلها بالبأساء والضراء لعلهم يضرعون. وما أرسلنا في قرية من نبي. അല്ലാഹു തആല ഓരോ നാട്ടിലേക്കും ഓരോ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രവാചകന്മാർ അവിടെ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ സന്ദേശങ്ങളെ, ഇസ്ലാമിന്റെ സുന്ദരമായ മീമാംസകളെ, തത്വസംഹിതകളെ ജനങ്ങളിലേക്ക് അവർ ഉത്ബോധനം നടത്തുന്ന സമയത്ത് അവർ ധിക്കരിച്ച സമയത്ത് അല്ലാഹു തആല അവരിലേക്ക് ദാരിദ്ര്യം കൊടുത്തു. ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിച്ചു. ഫൈനാൻഷ്യൽ ക്രൈസിസ് അവർക്ക് നൽകി, അതുപോലെ മറ്റു പല ശിക്ഷകളും നൽകി. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ നൽകിയിട്ടുള്ളതെന്നറിയുമോ? അവര് ഖേദിച്ച് മടങ്ങാനാണ്. അതേ സമയത്ത് വലോ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കذബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ വന്ന സമയത്ത് വലോ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, അവർ വിശ്വസിച്ചു, അവരെ തഖ്വയോടുകൂടി ജീവിച്ചു, അവർ സൂക്ഷ്മതയുള്ളവരായി മാറിയപ്പോൾ അല്ലാഹു തആല ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു ബറക്കത്തിനെ അവർക്ക് കൊടുത്തു. അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ അവർ ധിക്കരിച്ച സമയത്ത്
അല്ലാഹു തആല അവരിലേക്ക് ശിക്ഷകൾ ഇറക്കി. എത്രയോ സംഭവങ്ങൾ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ലോകത്ത് പടച്ച തമ്പുരാന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം വയനാടിലെ ആ ചൂരൽ മലയിലെ എന്ന് പറയുന്ന പ്രദേശത്ത് ചെറിയ ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടിയപ്പോഴാണ് എത്രയോ മനുഷ്യര് മരണപ്പെട്ടു പോയത്. പാതിരാ സമയത്ത് കിടന്നുറങ്ങിയിട്ട് ആ പുതപ്പ് പോലും ഒന്ന് എടുത്തു വെക്കാൻ പോലും കഴിയാതെ പുതപ്പോടുകൂടി ഒലിച്ചു പോയ എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. കവി പറഞ്ഞതുപോലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, സുഖങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിച്ചു പോകും. സുഖം സുഖം ഷോലയെ നാഗമാക്കാൻ സൃഷ്ടാവ് സൃഷ്ടിച്ച വിശിഷ്ട വസ്തു സുഖമെന്ന് പറയുന്നത് ഈ ഭൂമിയെ സുന്ദരമാക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളാ. ആ സുഖങ്ങളൊക്കെ നശിച്ചു പോകാൻ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, ഒരല്പസമയം മാത്രം മതി. അലമാരയിൽ സൂക്ഷിച്ചു വെച്ച ആഭരണങ്ങൾ, ആ ആഭരണങ്ങളൊന്ന് എടുത്തു കൊണ്ടുപോകാൻ പോലും മനുഷ്യന് കഴിഞ്ഞില്ല. ആ സമയത്ത് പണത്തെ പറ്റിയോ ഒന്നിനെ പറ്റിയല്ല ചിന്ത ഉണ്ടായിരുന്നത്, ജീവനൊന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ എന്നായിരുന്നു. എന്നാൽ വേഗേന പോകുമായുസ്സോർക്കവേ, എത്ര പെട്ടെന്നാണ് ആയുസ് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പടച്ച തമ്പുരാനെ പറ്റിയുള്ള ചിന്ത നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. നിങ്ങൾ കിടന്നുറങ്ങുമ്പോ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ലെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? അഫഅമിന അഹ്ലുൽ ഖുറ, ആ നാട്ടുകാര് നിർഭയരാണോ? അല്ലാഹു ചോദിക്കുകയാണ്. വീണ്ടും റബ്ബ് തആല പറയുന്നു, അഫഅമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും പകൽ സമയത്ത്, പ്രഭാത സമയത്ത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ ആഡംബര പ്രമത്തരായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ലെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? അഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. എന്തോരു ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ശിക്ഷ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലാഹു തആല അവന്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അതിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. എത്രയെത്രയോ സമുദായത്തെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഫഅർസൽനാ അലൈഹിം തുഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിയ വദ്ദമായാതിൻ മുഫസ്സലാത്തിൻ ഫസ്തക്ബറൂ വകാനൂ ഖൗമൻ മുജ്രിമീൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികള്, അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുത്ത ആ ശിക്ഷ കൊടുത്തതിനെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. ആദ്യമായിട്ട് കൊടുത്തത് തൂഫാനിനെയാണ്, വെള്ളപ്പൊക്കത്തെയാണ്. അപ്പൊ അവര് വന്നുകൊണ്ട് പറഞ്ഞു, വലമ്മാ വകഅലീമുർ റിജ്സു ഖാലൂ യാ മൂസാ ദഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ലഇൻ കശഫത അന്ന റിജ്സ ലനുമിനന്ന ലക വലനുർസിലന്ന മഅക ബനീ ഇസ്രായീൽ. ഇസ്രായേലുകാരായ ആളുകളെ പറ്റി അല്ലാഹു പറയുകയാണ്. അവര് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നിന്റെ അല്ലാഹുവോടൊന്ന് പ്രാർത്ഥിക്കുമോ മൂസാ? അല്ലാഹു തആല ആദ്യം വെള്ളപ്പൊക്കത്തെ കൊടുത്തു, എല്ലാം നശിച്ചു പോയി. ആ സമയത്ത് മൂസാ നബിയോട് അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കാം മൂസാ, നീ ഒന്ന് പടച്ചോരൊന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അല്ലാഹുവോട് ദ്വാരന്നു. ഖാലൂ യാ മൂസാ ദഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ലഇൻ കശഫത അന്ന റിജ്സ ലനുമിനന്ന ലക. ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോ മൂസാ നബി പടച്ചോരോട് ദ്വാരന്നപ്പോ അല്ലാഹു തആല വെള്ളപ്പൊക്കമങ്ങ് മാറ്റിക്കൊടുത്തു. പിന്നെയോ അല്ലാഹു തആല സമ്പൽ സമൃദ്ധിയും അഭിജാത്യവും പ്രൗഢിത്വവും എല്ലാം ആ സമൂഹത്തിന് നൽകി. അപ്പൊ പിന്നെയും അവര് ധിക്കരിച്ചപ്പോഴോ വൽ ജറാദ, വെട്ടുകിളികളെ ഇറക്കി അല്ലാഹു തആല. ഇമാം സമഖ്ശരി അവിടുത്തെ അൽ കശാഫിന്റെ 2-ാം വാള്യം 146-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വെട്ടുകിളി ഇറങ്ങിയിട്ട് അവരുടെ വീടുകൾ പോലും നശിപ്പിക്കാൻ തുടങ്ങി.
വീടുകൾ നശിപ്പിക്കാൻ തുടങ്ങി, വീടിന്റെ മേൽക്കൂര നശിപ്പിക്കാൻ തുടങ്ങി. എല്ലാം അവർക്ക് കഴിക്കാനുള്ള മുഴുവൻ വിഭവങ്ങളും വെട്ടുകിളി ജറാദ് എന്ന് പറയുന്ന ആ പക്ഷി അങ്ങ് ഇറങ്ങിയിട്ട് മുഴുവനും അങ്ങ് തിന്ന് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അല്ലാഹുവോട് വീണ്ടും മൂസാ നബിയോട് പറഞ്ഞു, പടച്ചോനോടൊന്ന് ദ്വാരക്കുമോ? മൂസാ നബി ദ്വാരന്ന് കഴിഞ്ഞ് പിന്നെയും സമ്പൽ സമൃദ്ധി അല്ലാഹു തആല പിന്നെയും കൊടുത്തു. പിന്നെയും അവര് എന്ത് ചെയ്തു? പിന്നെ അനുസരണക്കേട് ചെയ്തപ്പോ അല്ലാഹു തആല അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം തുബരി ജാമിഉൽ ബയാനിന്റെ 9-ാം വാള്യം 44-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ചെള്ളിനെ അല്ലാഹു തആല ഇറക്കി. പേൻ എന്നൊക്കെ പല അഭിപ്രായങ്ങൾ കാണാം. എന്നാൽ അവിടെ ഇമാം തുബരിയെ പോലെയുള്ള മഹാത്മാക്കൾ പറയുന്നത് ചെള്ളിനെ ഇറക്കി. എവിടെ നോക്കിയാലും ചെള്ളി ഇവന്റെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പേൻ, അതുപോലെ പ്രാണി, പുഴു എന്നൊക്കെ അർത്ഥങ്ങൾ കാണാം. ഇതിങ്ങനെ ഇറങ്ങിയിട്ട് ഇവരങ്ങ് നശിപ്പിക്കാൻ തുടങ്ങിയ സമൂഹത്തെ. അപ്പോഴും പറഞ്ഞു, മൂസാ ഒന്ന് ദ്വാരക്കോ, ഈ കശത്ത് അന്ന ഞങ്ങൾ വിശ്വസിക്കാം. അങ്ങനെ മൂസാ നബി പിന്നെയും ദ്വാരന്നു. മൂസാ നബി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരുണയുള്ള പ്രവാചകനായിരുന്നു. പിന്നെയും ദ്വാരന്നു. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ അവർക്ക് ദ്വാരന്നപ്പോൾ നല്ലത് കൊടുത്തു. അപ്പോഴും അവർ ധിക്കാരികളായി. അപ്പോ തവളയെ അങ്ങ് ഇറക്കി. പാത്രം തുറന്ന, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രം തുറന്ന ആ പാത്രത്തിൽ മുഴുവൻ തവള. ഇങ്ങനത്തെ ഒരവസ്ഥ. പിന്നെയും അവരെന്ത് ചെയ്തു? മൂസാ നബിയുടെ കാല് പിടിച്ചു. മൂസാ നബി ദ്വാരന്നു. അപ്പോഴും അല്ലാഹു തആല പിന്നെ അതേപോലെ തന്നെ നല്ല അവസ്ഥ കൊടുത്തു. അപ്പോൾ ധിക്കരിച്ചു. പിന്നെ എന്ത് ചെയ്യും? ഇവരുടെ കിണറുകളിൽ, അതേപോലെ എല്ലാ സ്ഥലങ്ങളും പുഴകളിലൊക്കെ ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അവിടെ രക്തമാണ് കാണുന്നത് എല്ലാ സ്ഥലത്തും. ഇങ്ങനെ ആയാത്തിൻ മുഫസ്സലാത്തിൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ അഹങ്കാരികളായിരുന്നു, മാറി ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ സമുദായത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ഏറ്റവും പ്രളയത്തിന് ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് എല്ലാവരും ഈ വിഷയത്തിൽ സഹകരിക്കുക. ഒരു ബക്കറ്റ് എടുത്താൽ മതിയല്ലോ, നമ്മൾ സുഖല്ലേ? ഈ പ്രളയത്തിന് ഒരുപാട് ആളുകൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വിഷമങ്ങൾ അനുഭവിക്കുന്നു. നമുക്കറിയാലോ, നമ്മുടെ നാടുകളിൽ തന്നെ എത്രയോ ആളുകൾ ചെറിയൊരിത് വന്നപ്പോൾ തന്നെ വളരെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇന്നും ഒരു സഹോദരൻ വന്ന് പ്രയാസം പറഞ്ഞു. അതിന് ഒരുപാട് ആളുകൾ, അതുപോലെ വയനാട്ടിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും കാര്യമായ രൂപത്തിൽ തന്നെ ആ വിഷയത്തിൽ സഹകരിക്കുന്നുണ്ട്. അവിടെ ഓരോ മഹലിൽ നിന്നുകൊണ്ട് തൊടുപുഴ നൈനാരുപുഴയിൽ നിന്ന് 2 വീടാണ് അവിടെ പണിത് കൊടുക്കുന്നത്. ഓരോ മഹല്ലുകാരും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പുനരധിവാസം ഒന്നുമില്ല. ഫസ്റ്റ് A മുതൽ Z വരെ ഉള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് എല്ലാവരും കാര്യമായ ആ വിഷയത്തിൽ സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി തന്നെ ആ വിഷയത്തിൽ സഹായിക്കുക, സഹകരിക്കുക. കാരണം ഒരു മുഅ്മിനിന്റെ പ്രയാസം മാറ്റിക്കഴിഞ്ഞാൽ, ഭൂമിന്റെ ഒരു പ്രയാസം മാറ്റിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മുടെ പ്രയാസം മാറ്റുമെന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. നിങ്ങൾക്ക് ഞാൻ കണ്ണുകൾ തന്നില്ലായിരുന്നോ, നാവുകൾ തന്നില്ലായിരുന്നോ, ചുണ്ടുകൾ തന്നില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു തആല ആ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖതഹമൽ അഖബത വമാ അദ്റാക മൽ അഖബ ഫഖു റഖബത്തിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ യതീമിന്റെ കാര്യവും ഔ മിസ്കീൻ എന്താ മത്രബ, മിസ്കീന്റെ കാര്യമാണ് അല്ലാഹു തആല പറയുന്നത്. യതീമുകളായ ഒരുപാട് മക്കൾ അവിടെയുണ്ട്. ബാപ്പമാരെ നഷ്ടപ്പെട്ട മക്കള്, അതുപോലെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാർ, ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ട് 26 പേരൊക്കെ മരിച്ചുപോയെന്ന് ആലോചിച്ചു സഹോദരങ്ങളെ. ഒരു സഹോദരൻ ഗൾഫിൽ നിന്നുകൊണ്ട് വന്നിട്ട് ഭ്രാന്തനെ പോലെ, അദ്ദേഹത്തിന്റെ അനുജൻ പറയുന്നത്, ജ്യേഷ്ഠൻ പറയുന്നത്, എൻ്റെ അനുജന് ഭ്രാന്തനെ പോലെയാണ് കഴിയുന്നത്. കാരണം 3 മക്കള്, ഭാര്യ, അതേപോലെ തന്നെ കുടുംബങ്ങളിൽപ്പെട്ട ഉമ്മ എല്ലാവരും മരണപ്പെട്ടു പോയി. ഒന്നുമില്ല, വീടിന്റെ അവശിഷ്ടം പോലും അവിടെ ഇല്ല. ആ ഒരു അവസ്ഥയിലാവുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അല്ലാഹു ഒരുപാട് നിഅമത്ത് തന്നു. അതുകൊണ്ട് കാര്യമായി തന്നെ ആ വിഷയത്തിലേക്ക് സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങൾ ഇടകേറുന്ന അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഈ മേഖല എന്ന് പറയുന്നത് ഏറ്റവും
പ്രശ്നകലുഷിതമായ ഒരു മേഖലയാണ്. മുല്ലപ്പെരിയാർ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതം ഉണ്ടായത് തന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പലക ചലനങ്ങൾ മൂലമാണെന്നാണ് ഹിമാലയ പർവ്വതം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആ രൂപത്തിൽ ഏറ്റവും പ്രശ്നം ഉള്ള ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ചുകൊണ്ട് ഏറ്റവും പ്രശ്ന കലുഷിതമായ ഒരു മേഖലയാണ് നമ്മുടെ ഇടുക്കി ജില്ല അടക്കമുള്ള കേരളം. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് പടച്ചവനെ കുറിച്ചുകൊണ്ടുള്ള ചിന്ത വരാനും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും നമ്മൾ തയ്യാറാകണം. സഹ്യപർവ്വതം നമുക്ക് സുരക്ഷയാണെന്ന് നമ്മൾ പറയുമ്പോഴും പശ്ചിമഘട്ടത്തെ പറ്റിയിട്ട് നമുക്ക് സുരക്ഷയാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും മാധവൻ ഗാഡ്ഗിൽ അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം അദ്ദേഹം എത്രയോ വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഈ ഉരുൾപൊട്ടലുകളെ പറ്റിയൊക്കെ മുന്നറിയിപ്പ് നൽകിയപ്പോഴും ഇടുക്കിയെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഏറ്റവും പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവർത്തനം മൂലം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, പക്ഷെ അതൊക്കെ ഭൗതികമായ കാര്യമാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത് മനുഷ്യരുടെ പ്രവൃത്തി, മനുഷ്യർ തിന്മ പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിന്മകൾ ഇതൊക്കെ കുന്നുകൊലിഞ്ഞാലും കുന്നാത്ത് കുരുമൂലാന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും മനുഷ്യന്മാർക്ക് നമുക്ക് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും നമ്മൾ ആ പഴയ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാവുകയോ അള്ളാഹുവിലേക്ക് കൂടുതലായി ഖേദിച്ച് മടങ്ങാനും സുബഹി അടക്കമുള്ള ജമാഅത്തുകളെ ഞാനടക്കം എൻ്റെ അമ്മാർത്താവും എൻ്റെ നെസ്സിനോട് നടത്തുകയാണ്. ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ പ്രാമുഖ്യം നൽകുകയും നമ്മൾ കാരണം കിടന്നുറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ പടച്ചവൻ്റെ അതാപ് ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഏത് സമയവും മരിക്കാൻ റെഡിയായിട്ട് നമ്മൾ ജീവിക്കുക. ആശങ്കകൾ കൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിൻ്റെ നിശ്ചയം എപ്പോൾ വന്നാലും അതിപ്പോൾ ഭൂകമ്പമായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴായിരിക്കും നമ്മൾ സൈലന്റ് അറ്റാക്കായി മരിക്കുന്നത്. ഏത് സമയത്തും റെഡിയായി തഖ്വയുള്ളവരായിട്ട് മാറി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.